നമസ്കാരം. രാമായണത്തിലെ കഥാപാത്രമായ വാനരശ്രേഷ്ഠൻ കിഷ്കിന്ധാധിപതി ബാലിക്ക് തന്നോട് പോരിന് വരുന്നവരുടെ പാതിബലം ലഭിക്കുമെന്ന് വരം കിട്ടിയ ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും പഞ്ചപാണ്ഡവന്മാർ പൂജിച്ചതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு വാലീശ്വര സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ പെരമ്പലൂർ ജില്ലയിൽ പെരമ്പലൂർ ടൗണിനടുത്ത് വാലികണ്ഠപുരം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ബ്രഹ്മപുരീശ്വരർ, വാലീശ്വരർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, വാലാംബികെ, ബൃഹന്നായകി എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. നദീതടങ്ങളാണ് സംസ്കാരത്തിന്റെ ഉറവിടങ്ങൾ എന്നതിന് തെളിവായി ലാടപുരത്ത് പച്ചമലയിൽ നിന്ന് ഉദ്ഭവിച്ച് ഈ പ്രദേശങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന കോനേരി ആറ്റിൻകരയിലാണ് വാലീശ്വര സ്വാമി തിരുക്കോവിൽ. കൃതയുഗത്തിൽ ബ്രഹ്മദേവനും ത്രേതായുഗത്തിൽ വാനരരാജാവ് ബാലിയും ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവന്മാരും ഇവിടെ ശിവഭഗവാനെ പൂജിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത്. രാമായണ ഇതിഹാസ പ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വാനരസേനയുടെ തലവനായ ബാലിയെ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം എന്നർത്ഥത്തിൽ ഈ പ്രദേശം വാലികണ്ഠപുരം എന്നറിയപ്പെട്ടു. കണ്ടീരം എന്നാൽ സിംഹം, ചതുരക്കള്ളി എന്നെല്ലാം അർത്ഥമുണ്ട്. ആദ്യകാലത്ത് ഈ പ്രദേശം കണ്ടീരം എന്ന ചെറുരാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നെന്നും കണ്ടീരക്കോൻ എന്ന രാജാവ് ഭരിച്ച പ്രദേശമായതിനാൽ കണ്ഠപുരം എന്ന സ്ഥലനാമം വന്നിരിക്കാം എന്നും ചരിത്രകാരന്മാർ വിലയിരുത്തുന്നുണ്ട്. വാലികണ്ഠപുരം ചോഴ സാമ്രാജ്യത്തിന്റെ പ്രധാന നഗരമായിരുന്നു. തഞ്ചൈപ്പെരിയ കോവിലിന് മുമ്പ് നിർമ്മിക്കപ്പെട്ട പുരാതന ക്ഷേത്രമാണിത്. ചോഴരുടെ കാലത്തെ മുഖ്യ വാണിജ്യ നഗരങ്ങളിൽ ഒന്നായിരുന്ന വാലികണ്ഠപുരത്തിൽ ചേരനാട്ട് കടൽക്കര പട്ടണങ്ങളോട് ചേർക്കുന്ന പെരുവഴി ഉണ്ടായിരുന്നത്രേ. വാണിഭത്തിന് പ്രസിദ്ധിയുള്ള മണിഗ്രാമം ഇവിടെയാണ്. വാലികണ്ഠപുരവും അതിലരികിലുള്ള തൂങ്കാനെ കാവൽക്കോട്ടയും ചരിത്രത്തിൽ ഇടപിടിക്കാനാവാത്ത ചിഹ്നങ്ങളായി ഇന്നും നിലകൊള്ളുന്നു. ഇന്നത് രഞ്ജൻകുടി കോട്ടയാണ്. വിദേശ പടയെടുപ്പുകളുടെ കാലത്ത് പടക്കോപ്പുകൾ സൂക്ഷിക്കുന്ന കോട്ടയായും ഇവിടം പ്രയോജനപ്പെടുത്തിയിരുന്നതായി വിവരങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇപ്രകാരമാണ്. ബ്രഹ്മദേവൻ കൃതയുഗത്തിൽ ഇവിടെ കോനേരി ആറ്റിൻകരയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് തന്റെ സൃഷ്ടികർമ്മം പുനരാരംഭിച്ചു. അതിനാൽ ഭഗവാൻ ബ്രഹ്മപുരീശ്വരർ എന്നും കോനേരി നദി ബ്രഹ്മതീർത്ഥം എന്നും അറിയപ്പെട്ടതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. കൈലാസത്തെ തന്റെ തോളിൽ ചുമന്ന ലങ്കാധിപതി രാവണനെ തന്റെ വാലിൽ ബന്ധിച്ചുകൊണ്ട് 8 ദിക്കിലും ശിവപൂജ ചെയ്ത വീരനാണ് ത്രേതായുഗത്തിൽ കിഷ്കിന്ധ ഭരിച്ചിരുന്ന വാനരസേനയുടെ രാജാവായ ഇന്ദ്രന്റെ അംശമായ ബാലി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് സുഗ്രീവൻ. ശത്രുക്കളെ നേരിടാൻ അസാധാരണമായ ബലം തനിക്ക് വേണമെന്ന ആഗ്രഹത്തോടെ തീവ്ര ശിവഭക്തനായ ബാലി നിരന്തരം ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ശിവഭഗവാനെ പൂജിച്ചു വന്നു. അദ്ദേഹം 999 ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ചെങ്കിലും ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തില്ല. ബാലി സന്ദർശിച്ച 1000ാമത്തെ ശിവക്ഷേത്രമാണിത്. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ബ്രഹ്മപുരീശ്വരർ അദ്ദേഹത്തിന് ദർശനം കൊടുത്ത് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ 1000 ആനയുടെ ബലം വേണമെന്ന് മാത്രമല്ല, എതിരിടാൻ വരുന്ന ശത്രു ആരായാലും ശരി അവരുടെ പാതി ബലം തനിക്ക് കിട്ടണമെന്ന് ബാലി അഭ്യർത്ഥിച്ചു. അപ്രകാരം ബാലിയെ അനുഗ്രഹിച്ച ഭഗവാൻ വാലീശ്വരർ എന്നും ദേവി വാലാംബികെ എന്നും അറിയപ്പെട്ടു. ഈ കാരണത്തിനാലാണ് ശ്രീരാമചന്ദ്രന് പോലും നേർക്കുനേർ പോരാടാൻ പറ്റാതെ ബാലിയെ മറഞ്ഞിരുന്ന് വധിക്കേണ്ട സാഹചര്യമുണ്ടായത്. ഈ ഐതിഹ്യം സാധൂകരിക്കുന്ന വിധം ക്ഷേത്രത്തിൽ പലയിടത്തും ബാലി ശിവപൂജ ചെയ്യുന്ന ശില്പങ്ങളുണ്ട്. ദ്വാപരയുഗത്തിൽ ചൂതാട്ടത്തിൽ കൗരവരോട് തോറ്റ പഞ്ചപാണ്ഡവർ രാജ്യം നഷ്ടപ്പെട്ട് അജ്ഞാതവാസം അനുഷ്ഠിക്കുമ്പോൾ ഇവിടം ഭരിച്ചിരുന്ന വിരാട രാജാവിന്റെ സേവകരായി ജോലി ചെയ്തിരുന്നു. ഒരു നാൾ വിരാട രാജാവുമൊത്ത് ധർമ്മപുത്രർ തായം കളിക്കുമ്പോൾ കളിയിൽ കള്ളത്തരം കാണിച്ച രാജാവിന്റെ നേരെ അദ്ദേഹത്തിന് കോപാവേശം തോന്നിയപ്പോൾ അത് അജ്ഞാതവാസ കാലമായതിനാലും ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അപകടമുണ്ടാവുമെന്നതിനാലും സഹോദരന്മാർ അദ്ദേഹത്തെ കോനേരി ആറ്റിൽ നീരാടാൻ നിർദ്ദേശിച്ച് അദ്ദേഹത്തിന്റെ കോപം തണുപ്പിച്ചു എന്നാണ് പുരാണങ്ങൾ. പഞ്ചപാണ്ഡവന്മാർ ഈ തീർത്ഥത്തിൽ നീരാടി ഇവിടെയുള്ള ശിവഭഗവാനെ പൂജിച്ച് അനേകം സിദ്ധികൾ നേടി എന്നാണ് പറയുന്നത്. പല ക്ഷേത്രങ്ങളിലായി 229 തിരുപ്പുകഴുകൾ പാടിയ അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റിയും തിരുപ്പുകഴിൽ പാടിയിട്ടുണ്ട്. തനിക്ക് മോക്ഷപ്രാപ്തി അരുളണമെന്ന് അദ്ദേഹം ഇവിടെയുള്ള ശ്രീമുരുകനോട് അഭ്യർത്ഥിച്ചപ്പോൾ തിരുവണ്ണാമലയിലേക്ക് വാ എന്ന് നിർദ്ദേശിച്ച മുരുകനാണ് ഇവിടെയുള്ളത്. പാമ്പൻ സ്വാമികൾ, കുമരഗുരുവരർ, ദണ്ഡപാണി സ്വാമികൾ, ചിദംബര സ്വാമികൾ, രാമലിംഗ അടിയാർ, തിരുമുരുക കൃപാനന്ദ വാര്യർ എന്നിങ്ങനെ പല ദിവ്യരും ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായി പറയപ്പെടുന്നു. വാലികണ്ഠപുരം ഭരിച്ച സുത്തമല്ലൻ അയ്യൻകൊണ്ട ചോഴ വന്നാട്ടുടിയാൻ എന്ന രാജാവ് ഇവിടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് സന്താനഭാഗ്യം ലഭിച്ചതായും അദ്ദേഹം ഭഗവാന് തങ്കത്തിൽ നെറ്റിപ്പട്ടം സമർപ്പിച്ചതായും ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാലത്തിന് അതീതമായി കിഴക്ക് ദർശനമായ 7 നില രാജഗോപുരത്തോടുകൂടി നിലനിൽക്കുന്ന ഈ ക്ഷേത്രം കിപി 885 ആദിത്യ ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. 130-ൽ പരം ശിലാഫലകങ്ങൾ ചരിത്രകാരന്മാർ ഈ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം കണ്ടെടുത്തിട്ടുണ്ട്. ആദിത്യ ചോഴൻ ഒന്നാമൻ, പരാന്തക ചോഴൻ, രാജരാജ ചോഴൻ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ വിദേശ പടയെടുപ്പുകളാൽ ഛേദമടഞ്ഞ പല വിഗ്രഹങ്ങളും ഇന്നും ക്ഷേത്രത്തിലുണ്ട്. ബ്രിട്ടീഷുകാരുടെ ശില്പങ്ങളുള്ള സഹസ്രഗോപുരം നായ്ക്കർ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. രാജരാജ ചോഴൻ തന്റെ വെട്ടിത്തിരുനാമങ്ങളിൽ ഒന്നായ കേരളാന്തകൻ എന്ന പേര് ഓർമ്മിപ്പിക്കും വിധം വാലികണ്ഠപുരത്തിന് കേരളാന്തകപുരം എന്ന് പേര് വെച്ചതായും ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
തിരുവാലീശ്വരത്ത് പെരുമാൻ, തിരുവാലീശ്വരത്ത് ആഴ്വാർ, തിരുവാലീശ്വരത്ത് പരമേശ്വരൻ, തിരുവാലീശ്വരമുடைய നായനാർ, ശ്രീവാലി നായകർ, വാലീശ്വര സ്വാമി എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് ശിലാഫലകങ്ങളിലുള്ള പരാമർശം. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഇപ്പോഴീ ക്ഷേത്രം. ക്ഷേത്രഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ എതിരിൽ ചെറിയ മണ്ഡപത്തിൽ ബാലഗണപതി, രാജഗോപുരത്തിന്റെ വലതുവശത്ത് ശരവണതീർത്ഥം. മധുര ഭരിച്ച കൃഷ്ണകോണർ എന്ന രാജാവിനാൽ പുനർനിർമ്മിക്കപ്പെട്ടതാണ് ചതുരവടിവത്തിൽ നിറയെ പടികളുള്ള ഈ തീർത്ഥം. തീർത്ഥത്തിനരികിലെ തൂണിൽ ബാലി ശിവപൂജ ചെയ്യുന്ന ശില്പമുണ്ട്. വസന്തമണ്ഡപം, നടരാജമണ്ഡപം, അലങ്കാരമണ്ഡപം എന്നിങ്ങനെ പല മണ്ഡപങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. കുതിരമണ്ഡപം എന്ന നടരാജ മണ്ഡപത്തിൽ നടരാജർ ശിവഗാമി പ്രതിഷ്ഠയും നിറയെ മനോഹരമായ ശില്പത്തൂണുകളുമാണ്. കൃഷ്ണദേവരായരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ മണ്ഡപം. ഇടുപ്പിൽ നാഗാഭരണത്തോടെ പടിഞ്ഞാറ് ദർശനമായി മഹാമണ്ഡപത്തിലാണ് ഭൈരവർ സന്നിധി. ഈ ക്ഷേത്രത്തിൽ 9 അടി ഉയരത്തിൽ ഇടുപ്പിൽ ഇടതുകൈ അമർത്തി വലതുകൈയിൽ ദണ്ഡോടെ വടക്ക് ദർശനമായി ഒരു ദണ്ഡായുധപാണി പ്രതിഷ്ഠയുണ്ട്. എതിരിൽ സഹസ്രലിംഗം. ഒരു ചെവി ചായ്ച്ച് ഭക്തരുടെ കുറവുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഈ മുരുകനാണ് അരുണഗിരിനാഥർക്ക് മോക്ഷവഴി ഉപദേശിച്ചത്. ഈ ക്ഷേത്രത്തിൽ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത ബാലനന്ദി, വാലിബനന്ദി, യൗവനനന്ദി എന്നിങ്ങനെ 3 നന്ദിമാർ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെയാണിത് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ബാലനന്ദിയെ കടന്നാണ് പ്രധാന കരുവറ. അർദ്ധമണ്ഡപത്തിന്റെ തുടക്കത്തിലാണ് ദ്വാരപാലകർ. വലതുഭാഗത്ത് വിനായകർ. പ്രധാന കരുവറയിൽ ശ്രീപരമേശ്വരൻ, വാലീശ്വരർ, ബ്രഹ്മപുരീശ്വരർ എന്നീ നാമങ്ങളിൽ വട്ടത്തിലുള്ള പീഠത്തിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ഇവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യം ലഭിക്കും, ശത്രുദോഷം മാറും, എതിരാളികൾ മുട്ടുമടക്കും, അതിലേറെ നല്ല മനോബലം ലഭിക്കും. കേസ്, വഴക്ക്, കോടതി വ്യവഹാരങ്ങൾ നേരിടുന്നവർ ഇവിടെ വിധിയംവണ്ണം പ്രാർത്ഥിക്കുന്നത് ഉത്തമം. ശത്രുക്കളെ മന്ദനിലയ്ക്കാക്കുന്ന ജ്യേഷ്ഠ ഭഗവതിയും ക്ഷേത്രത്തിലുണ്ട്. ചോഴരാജാക്കന്മാർ പോരിനു പോകുന്നതിന് മുമ്പ് ഇവിടെ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ച് പോയി വിജയം കണ്ടവരാണെന്നാണ് പറയുന്നത്. ഭഗവാന് നല്ലെണ്ണ അഭിഷേകം ചെയ്ത് ആ എണ്ണ പ്രസാദമായി വാങ്ങിച്ച് ദേഹത്ത് പുരട്ടിയാൽ മേൽവേദന മാറുമെന്നും വിശ്വാസമുണ്ട്. രാജഗോപുരത്തിന് വലതുവശത്താണ് ദേവി തനി സന്നിധി കൊണ്ടിരിക്കുന്നത്. തായാർ, ബൃഹന്നായകി, വാലാംബികെ എന്നീ നാമങ്ങളിൽ 4 കരങ്ങളോടെ, കരങ്ങളിൽ അഭയമുദ്രയോടെ തെക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. അമ്പാൾ ദുർഗാ സ്വരൂപമായതിനാൽ പ്രകാരത്തിൽ വേറെ ദുർഗാ ഭഗവതിയില്ല. ദേവിക്കും ക്ഷേത്രത്തിലുള്ള കൃഷ്ണ പ്രതിഷ്ഠയ്ക്കും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം മാറും. ഭക്തർ ആടിപ്പൂരത്തിന് അമ്പാൾക്ക് വളകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ഇവരെ കൂടാതെ വിനായകർ, ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ്, ഭൂദേവി, ശ്രീദേവി, മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, ആഞ്ജനേയർ, ഗരുഡൻ, സപ്തമാതാക്കൾ, ചണ്ഡികേശ്വരർ, സഹസ്രലിംഗം, നാഗദൈവങ്ങൾ, നായ്വാഹനമില്ലാതെ ഭൈരവർ, സൂര്യൻ, ജ്യേഷ്ഠ ഭഗവതി, ആണ്ടാൾ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മാവിലങ്കെ. ക്ഷേത്രതീർത്ഥം ശരവണതീർത്ഥം, കോനേരി നദി. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ആടിക്കാർത്തിക, തൃക്കാർത്തിക, പ്രദോഷം, ശിവരാത്രി, വിനായക ചതുർത്ഥി, കൃഷ്ണപക്ഷ അഷ്ടമി, പങ്കുനി ഉത്രം, അന്നാഭിഷേകം, ആരുദ്ര ദർശനം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. പൂജാസമയം രാവിലെ 6:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പെരമ്പല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 11 കിലോമീറ്റർ, വാലികണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അരിയല്ലൂർ 39 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.